24 മണിക്കൂറും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ പൊതുവിഷയങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി വിദ്യാ ബാലകൃഷ്ണൻ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം പൊതു ഇടങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ നവമാധ്യമ രംഗത്ത് സൈബർ ഇടങ്ങളിലടക്കം വ്യാപകമായി കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള, ഒരുപക്ഷെ താങ്കളും അടക്കം അത്തരം അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടാകും. അതിക്രമങ്ങൾക്ക് ഇരയാകുമ്പോൾ പോലും അതിലെ വേട്ടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാത്തൊരു സർക്കാരാണ് ഞങ്ങൾ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നവരാണെന്ന് പറയുന്നത്. നമുക്കറിയാം, ആശാ വർക്കർമാരുടെ സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നപ്പോൾ അതിനോട് സർക്കാർ ഏത് രൂപത്തിലാണ് അവരോട് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഈ ഒരു സർക്കാർ വീണ്ടും മൂന്നാം തവണ അധികാരത്തിലേറാൻ വേണ്ടി CPM ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിയ സർക്കാരിനെ ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ്. വിദ്യാ ബാലകൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ താങ്കൾക്കുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് മോശം അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമാണ്. ആഭ്യന്തര വകുപ്പ് ഏറ്റവും പരാജയപ്പെട്ട ഒരു ഭരണകൂടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒന്ന് മുമ്പുണ്ടായിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഇരകളായിട്ട് മാറിയിട്ടുള്ളതും സ്ത്രീകളാണ് എന്ന് പറയുന്നതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ഒരു വശത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ വീട്ടിലിരിക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ ഇവരുടെ ഭാര്യയോ ആയിരിക്കും അതിൽ ഏറ്റവും അധികം വേദനിക്കുകയും ഇരയാക്കപ്പെടുന്നതും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികളായിട്ടുള്ള കുട്ടികളടക്കം എന്താ പറയുക, കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പൈശാചികമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു നാടായിട്ട് കേരളം മാറിയത് പിണറായി വിജയൻ കേരളത്തിന്റെ ഭരണത്തിലിരിക്കുന്ന സമയത്താണ്. വാളയാർ വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഭരണകൂടത്തിന്റെ സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടുന്ന് ഈ ഒരു രീതിയിൽ അതിപൈശാചികമായിട്ട് സ്ത്രീകൾ ഒരു വശത്ത് വേട്ടയാടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്തും ഇതേ രീതിയിലാണ് സൈബർ സഖാക്കളായിട്ടുള്ള ആളുകൾ, അത് രാഷ്ട്രീയക്കാരെയാണ് അവർ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് സാധാരണക്കാരായ ആളുകളും ഇതുപോലുള്ള അക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു വശത്ത്. നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ ആശാ വർക്കർമാരെ മാലാഖമാരാക്കി മാറ്റി, അല്ലെങ്കിൽ കോവിഡ് ഏറ്റവും നല്ല രീതിയിൽ രാഷ്ട്രീയമായിട്ട് മുതലെടുത്താണ് രണ്ടാം പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. കിറ്റ് വീടുകളിൽ എത്തിച്ചു. കിറ്റ് കൊടുക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ഒരുക്കിയത് രണ്ടാം UPA ഭക്ഷ്യസുരക്ഷാ നിയമമാണ്. അത് പ്രകാരമാണ് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, ഇതുപോലുള്ള കോവിഡ് പോലെ മഹാമാരിയൊക്കെ വരുന്ന സമയത്ത് ആളുകൾ പട്ടിണി ആവരുത് എന്ന് തീരുമാനമെടുത്തത് രണ്ടാം UPA ഗവൺമെന്റാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വീടുകളിൽ കിറ്റ് കൊടുത്തു. പക്ഷെ ഇത് ആളുകൾക്ക് ഇടയിലേക്ക് എത്താതെ പോയി. അത് എങ്ങനെയാണ് അത് എത്തിയത്? പലരുടെയും വിചാരം ഇത് പിണറായി വിജയന്റെ ഗവൺമെന്റ് അവരുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് CPMന്റെ ആളുകളോ അവരുടെ വീട്ടിൽ നിന്നൊക്കെ എടുത്തു കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണമാണ് കോവിഡിന്റെ സമയത്ത് ഉണ്ടായത്. അന്ന് പറഞ്ഞു വന്ന ആശാ വർക്കർമാര് നിത്യക്കൂലിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നിടത്ത് നിങ്ങൾ എടുത്ത് പരിശോധിക്കണം. നമുക്കറിയാം, കർഷക സമരത്തെ നരേന്ദ്രമോദി അല്ലെങ്കിൽ ആ ഫാസിസ്റ്റ് ഗവൺമെന്റ് എങ്ങനെയാണോ വേട്ടയാടിയത്, 8ഓളം ആളുകൾ BJPയുടെ നേതാക്കന്മാര് ജീപ്പ് ഇടിച്ചു വന്ന ആ സമരപന്തലിലേക്ക് കയറിയിട്ട് കൊല ചെയ്യപ്പെട്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ആശാ വർക്കർമാർ സമരം നടത്തുന്ന സമയത്ത് ആ സമരത്തിലേക്ക് ഇടിച്ചു കയറി വന്നത് പോലീസിന്റെ ജീപ്പാണ്. ഭരണകൂടത്തിന്റെ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ട പോലീസ് അല്ലെങ്കിൽ പോലീസ് വാഹനമാണ് സമരക്കാരിടയിലേക്ക് ആ ഇരച്ചു കയറി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവരുടെ വീട്ടിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും 250-230 രൂപയാണ് കൂലി കൊടുക്കുന്നത്. 230 രൂപക്ക് ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ റേറ്റ് ഉള്ള സംസ്ഥാനം ഇന്ന് കേരള. 8% മുകളിലാണ് കേരളത്തിലെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന 250 ഇല്ലെങ്കിൽ 200 രൂപ കൂലിക്ക് വെച്ചിട്ട് ഒരാൾക്ക് വീട്ടിലേക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ പോലും വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. വിലക്കയറ്റം ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് കേരളത്തിലെ വീട്ടമ്മമാരെയാണ്. അവരുടെ കുടുംബ ബജറ്റ് മൊത്തമായിട്ട് താളം തെറ്റുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ടായിരിക്കുന്നത്. പിണറായി വിജയന് യാത്ര ചെയ്യണമെങ്കിൽ 40 വണ്ടി പോലീസ് അകമ്പടിയും വാഹനങ്ങളും വേണം. സാധാരണക്കാരന് അവരുടെ ഒരു ദിവസത്തെ ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് ഈ ആളുകൾ എത്തിച്ചത് ഈ ഭരണകൂടമാണ്. തൊഴിലില്ലായ്മ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ, PSC നിയമനങ്ങൾ നടക്കുന്നില്ല. എത്ര കാലമായി PSC റാങ്ക് ലിസ്റ്റുകൾ
കാലാവധി നീട്ടിക്കൊടുക്കുക എന്നല്ലാതെ അതുപോലും ചെയ്യുന്നില്ല. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിക്കൊടുക്കുന്നില്ല. ഉദ്യോഗാർത്ഥികൾ ബുദ്ധിമുട്ടാവുന്നു, വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടാവുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ പാരസെറ്റാമോൾ പോലും മെഡിക്കൽ കോളേജിൽ കിട്ടാതെ ആകുന്ന ഒരു സാഹചര്യം ഒരുപാട് നാളുണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാ മേഖലയും സമ്പൂർണമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു ഗവൺമെന്റ് ആണ് ഈ കഴിഞ്ഞ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണം കൊണ്ട് നാട്ടിലുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്ത ഒരു പരിപാടിയുടെ വീഡിയോ ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. AK ആന്റണിയെ വേദിയിലിരുത്തി ഷാഫി പറമ്പിൽ പറഞ്ഞു, നിങ്ങളെല്ലാം യൂത്ത് കോൺഗ്രസ്സുകാരായപ്പോൾ ആവശ്യപ്പെട്ട സീറ്റുകളാണ് ഞങ്ങളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ തൊട്ട് ആന്റണിയെ മൈക്ക് പിടിച്ച് വാങ്ങി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ആവശ്യപ്പെട്ട സീറ്റ് അന്ന് കോൺഗ്രസ് ജയിക്കാത്ത, പരമ്പരാഗതമായി CPM മാത്രം ജയിച്ചു വന്നിരുന്ന പുതുപ്പള്ളി, ചേർത്തല പോലെയുള്ള സീറ്റുകളിലാണ് ഞങ്ങൾ ചോദിച്ചതും ഞങ്ങളെ ചോദിച്ചു വാങ്ങി മത്സരിച്ച് അവിടെ ജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ മഹിളാ കോൺഗ്രസും ഇപ്പം കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ കോട്ടയത്താണെന്ന് തോന്നുന്നു പറയുന്ന കേട്ടു, മഹിളകൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കണം. ഈ കോഴിക്കോട് ജില്ല പോലത്തെ ഒരു ജില്ലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് MT പത്മയ്ക്ക് ശേഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ MT പത്മയ്ക്ക് ശേഷം ഒരു കോൺഗ്രസിൻ്റെ ഒരു വനിതാ MLA നിയമസഭയിൽ എത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്തവണ വനിതകൾ ഉൾപ്പെടുന്ന ആളുകളെ അല്ലെങ്കിൽ യുവത്വത്തിനും പ്രാതിനിധ്യം നൽകുന്ന യുവാക്കളും വനിതകളടക്കമുള്ള രംഗത്തിറക്കിയാൽ കോഴിക്കോടിൻ്റെ ആ ചീത്തപ്പേര് മാറ്റാൻ കോൺഗ്രസിന് കഴിയില്ല. അതായത് പരമ്പരാഗതമായി കോൺഗ്രസ് മത്സരിച്ച് തോൽക്കുന്ന സീറ്റുകളാണ് നാദാപുരവും കൊയിലാണ്ടിയും കോഴിക്കോട് നോർത്ത് ഉൾപ്പെടെയുള്ള സീറ്റുകൾ. അത്തരം സീറ്റുകളിലേക്ക് ഒരു പുതുമുഖങ്ങളെയും വനിതകളെയും അടക്കം പരീക്ഷിച്ചാൽ ഒരു വിജയസാധ്യത കോൺഗ്രസിന് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് MT പത്മയ്ക്ക് ശേഷം കേരളത്തില് കോഴിക്കോട് ജില്ലയില് വനിതകളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അസംബ്ലിയിൽ മത്സരിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവസരം കൊടുക്കണം. അവസരം കൊടുത്താലല്ലേ അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മിടുക്കികളായിട്ടുള്ള ഒരുപാട് ആളുകൾ കഴിഞ്ഞ തലമുറയിലും കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരുപാട്, നിങ്ങൾ പല പഞ്ചായത്തുകൾ എടുത്ത് നോക്കണം, നല്ല നല്ല കുട്ടികൾ, നല്ല പുതിയ ജനറേഷൻ കഴിവുള്ള ആളുകൾ ഒരുപാട് പേര് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ ആയിട്ട് കടന്നു വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു രീതിയിലുള്ള, അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വരാൻ കഴിയുള്ളൂ. അത് കോഴിക്കോട് ഇത്തവണ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം അവസാനം ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെ കൗണ്ടർ ചെയ്യാൻ CPM പറയുന്ന ഒരു കാര്യം പാർട്ടി പുറത്താക്കിയ പാലക്കാട് MLAയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പാർട്ടി നേതാവിനെതിരെ ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ, അതായത് പരാതിയെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്നു. പരാതി ഉയർന്ന ആ ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടും ഇന്ന് കോൺഗ്രസിനെ ആ പേര് പറഞ്ഞ് ആക്രമിക്കുകയാണ് BJPയും CPMഉം. അതോടൊപ്പം തന്നെ ആ പേര് പറഞ്ഞ് CPM ആക്രമിക്കുമ്പോൾ മറുഭാഗത്ത് PK ശശിയെ പോലുള്ള ആളുകൾ പാർട്ടിക്കകത്തുണ്ട്. P ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തുണ്ട്. CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കൽ ഈ അടുത്താണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ DYFയുടെ നേതാവായിരുന്ന വൈശാഖനെതിരെ ആരോപണം വരുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ ചെറുതും വലുതുമായ നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉയർന്നിട്ട് അവരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസിനെ കുറ്റം പറയുന്നു. ഒരു വനിതാ നേതാവ് എന്ന രൂപത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് മാതൃകാപരമായി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. നിങ്ങളെടുത്ത് പരിശോധിക്കണം. ഈ നേരത്തെ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള ഒരുപാട് അലിഗേഷൻസ് CPMന്റെ ലീഡർഷിപ്പിനെതിരെ വരുന്ന സമയത്ത് അവിടെയൊക്കെ തീവ്രത അളക്കുന്ന മെഷീനുമായിട്ടാണ് ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ ആളുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരാതി കിട്ടിയ സമയത്ത് അതിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ ലീഡർഷിപ്പ് ഉടനടി തീരുമാനം എടുക്കുകയാണ്. അവരോട് മാറി നിൽക്കാൻ വേണ്ടി പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പോലുള്ള ഒരു അത്രയും പ്രാധാന്യത്തോട് കൂടിയിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഒരു ശബ്ദം തന്നെയായിരുന്നു. മാധ്യമങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ. പക്ഷെ എന്നിട്ട് പോലും രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനമല്ല കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളത്. കോൺഗ്രസ് ആണ് കേരളത്തിലെ യഥാർത്ഥ സ്ത്രീപക്ഷത്ത് നിന്ന് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള രാഷ്ട്രീയ സംഘടന. ഇവിടെ ഗോപി കോട്ടമുറിയുടെ വിഷയമാണെങ്കിലും അതുപോലെ തന്നെ മുകേഷ് ആണെങ്കിലും അതുപോലെ P ശശി ആണെങ്കിലും ഇവർക്കെതിരെയൊക്കെ CPMന്റെ ഉള്ളിൽ നിന്നുള്ള ഒരുപാട്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരുപാട് ആരോപണം ഉണ്ടാവുന്നു. ഫാമിലിയിൽ നിന്നുണ്ടാവുന്നു. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ അവര് CPMന്റെ ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായ ആളുകളെ പോലും ഇത്തരം വിഷയങ്ങളിൽ സംരക്ഷിക്കുന്നിടത്താണ് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കും എടുത്തു കാണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നിലപാടാണ്
ഈ ഒരു വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. ശക്തമായിട്ട് അതിൽ പാർട്ടിയുടെ എല്ലാ ഭാഗത്തു നിന്നും അവരുടെ ലീഡർഷിപ്പ് നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. രാഹുൽ ഇന്നിപ്പം കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല എന്ന് പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ എന്താ അതിലൊരു വിഷയമുള്ളത്? ഇതൊന്നും ഒരു ഇലക്ഷനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ട് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്. അതൊന്നും പാർട്ടിയെ ബാധിക്കില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്.